ഹലോ, ഹാഷിന്റെ റമദാൻ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു ബീഫ് സ്റ്റ്യൂ ഉണ്ടാക്കിയാലോ? അതിനായി ഒരു പാത്രത്തിലേക്ക് 1/2 കിലോ ബീഫ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ചെറിയ സവാള അരിഞ്ഞത് ചേർക്കാം. 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതും 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും ചേർക്കാം. എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളകും ചേർക്കാം. ഇത് ഞാനിവിടെ 8 പച്ചമുളക് ചെറുതായി മുറിച്ചതാണ് എടുത്തിരിക്കുന്നത്. 1 തണ്ട് കറിവേപ്പില, 1/2 കപ്പ് തൈര്, 1 ടീസ്പൂൺ ജീരകമോ ജീരകപ്പൊടിയോ ചേർക്കാം. ചെറുതായി മുറിച്ചെടുത്ത മല്ലിയില, 2 ടീസ്പൂൺ കുരുമുളക് പൊടി, അല്പം ഉലുവയും ഗരം മസാലയും കൂടി ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് നന്നായി കുഴച്ചെടുക്കാം. ഇതുപോലെ കൈകൊണ്ട് തന്നെ നന്നായി കുഴച്ചെടുക്കണം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർക്കണേ. ഇതൊരു കുക്കറിലേക്ക് മാറ്റി ആവശ്യത്തിന് വെള്ളം ചേർക്കാം. 2 ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തത് കൂടി ചേർത്ത് വേവിച്ചെടുക്കാം. ബീഫ് വെന്തതിന് ശേഷം ഇതിലേക്ക് തേങ്ങയുടെ 2ാം പാൽ ചേർക്കാം. ഇതിലെ ഉരുളക്കിഴങ്ങ് ചെറുതായൊന്ന് ഉടച്ചെടുക്കാം. അതിന്റെ കൂടെ തന്നെ അണ്ടിപ്പരിപ്പ് വെള്ളത്തിൽ കുതിർത്തെടുത്ത് അരച്ചെടുത്തത് പേസ്റ്റ് രൂപത്തിലാക്കിയത് കൂടെ ചേർക്കാം. ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഒന്ന് കുറുകി വരുന്ന സമയത്ത് തേങ്ങയുടെ 1ാം പാൽ ചേർക്കാം. അല്പം മല്ലിയില അരിഞ്ഞതും 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് ഇറക്കി വെക്കാം. നമ്മുടെ ബീഫ് സ്റ്റ്യൂ ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പൊ ഇതൊന്ന് എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് കമന്റ് ചെയ്യണേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.